ദൈവജനമെന്നറിയപ്പെടുന്ന ഇസ്രായേലിനെ 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് മോശ. യാഗം കഴിക്കാൻ വേണ്ടി ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് മരുഭൂമിയിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാനായി ദൈവം വിളിച്ചു വേർതിരിച്ച വ്യക്തി മോശ. എന്തിനാ? യാഗം കഴിക്കാൻ, ആരാധന കഴിക്കുവാൻ, ജനത്തെ മരുഭൂമിയിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവൻ. പക്ഷെ ഈ മോശയെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അവൻ ആദ്യമായി ദൈവ സാന്നിധ്യവുമായി എൻകൗണ്ടർ ചെയ്യുമ്പോൾ, ആദ്യമായി ദൈവ സാന്നിധ്യത്തെ അവന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ മുൾപ്പടർപ്പിൽ തീജ്വാലയായി കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ഇപ്രകാരമുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ ആരാധന കഴിക്കേണ്ടത്, എങ്ങനെയാ ദൈവസന്നിധിയിൽ കടന്നു പോകേണ്ടത്, എങ്ങനെയാ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. തനിക്കും അറിയത്തില്ലായിരുന്നു. കാരണം താൻ ജനിച്ച കാലയളവ് മുഴുവനും ഒരടിമത്തത്തിൻ്റെതായിട്ടുള്ള അധികാരവും ആധിപത്യം മുഖാന്തരം അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവത്തെ അറിയാതെയാണ് ജീവിച്ചത്. ഇന്ന് പകലിൽ ഇതിനകത്തും പലർക്കും ആരാധിക്കാൻ അറിയത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്കില്ലാന്നേ. പലർക്കും ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ആരാധിക്കണമെന്ന് അറിയത്തില്ല. എവിടെ തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നും അറിയത്തില്ല. മോശയും അപ്രകാരമായിരുന്നു. അവൻ്റെ തുടക്കം അപ്രകാരമായിരുന്നു. മുൾപ്പടർപ്പിന്റെ ഫ്രണ്ടിൽ അവൻ കടന്നു പോയപ്പോൾ, ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ അവൻ കടന്നു പോയപ്പോൾ, അവനൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ ദൈവം അവനെ തള്ളിക്കളഞ്ഞൊന്നുമില്ല. ദൈവം ഒരു ടീച്ചറിനെ പോലെ, ഒരു ഗുരുവിനെ പോലെ മോശയ്ക്ക് ഓരോ കാര്യം ABCD എന്ന് പറഞ്ഞു കൊടുക്കുവാനിടയായിത്തീർന്നു. കാലിലെ ചെരുപ്പഴിച്ചിടാൻ പറഞ്ഞു, നീ നിൽക്കുന്ന ദൈവസന്നിധിയാന്ന് പറഞ്ഞു. പല കാര്യങ്ങൾ അവൻ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിനക്ക് ആരാധിക്കാൻ അറിയില്ലായിരിക്കാം. എങ്ങനെ ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ലായിരിക്കാം. അഭിഷേകത്തിൽ എങ്ങനെ നിറയുവാനേ കഴിയുമെന്ന് നിനക്ക് ABCD അറിയത്തില്ലായിരിക്കാം. പക്ഷെ ദൈവ സാന്നിധ്യത്തിന് മുൻപാകെ നിനക്കൊന്ന് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്തണം. അപ്പാ, എനിക്കൊന്നും അറിയത്തില്ല. അപ്പാ, എനിക്കൊന്നുമേ അറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നാഥ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരണമേ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരണമേ. ശമൂവേലിനൊന്നും അറിയത്തില്ലായിരുന്നു. ആകെ അറിയാന്നുള്ളത് വിളക്കിലെ തീ അണഞ്ഞു പോകാതെ സൂക്ഷിക്കണം, അത് മാത്രമേ അറിയാത്തുള്ളായിരുന്നുള്ളൂ. മഹാപുരോഹിതനാവൻ വിളിക്കപ്പെട്ടവനെ, പക്ഷെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഒന്നും അറിയില്ലാത്തവനായ ശമൂവേലിന്റെ അടുക്കൽ ദൈവശബ്ദം കടന്നു വന്നു. ശമൂവേലേ, ശമൂവേലേ എന്ന് 3 പ്രാവശ്യം വിളിച്ചു. ഏലി പുരോഹിതൻ ശമൂവേലിന് പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട്. നീ ഒന്നും ചെയ്യേണ്ട, അടിയൻ ഇതാ എന്ന് പറയാൻ മാത്രം പഠിക്കുക. ശമൂവേൽ അതുപോലെ തന്നെ ദൈവശബ്ദം കേട്ടപ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്തതിന്, കർത്താവേ, എനിക്ക് പഠിപ്പിച്ചു തരണമേ, എന്നോട് സംസാരിക്കണമേ എന്ന വിധത്തിൽ അവൻ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തപ്പോൾ, നിന്റേതായിട്ടുള്ള കഴിവുകൾ ദൈവത്തിനൊരു മാറ്ററല്ല, നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ വലിപ്പം ദൈവത്തിന് മാറ്ററല്ല. നിറഞ്ഞു കഴിഞ്ഞ അവൻ കളയുന്ന അളവിലുള്ള അളവിനാൽ നിറയ്ക്കുവാൻ എന്നെ ദൈവം ശക്തനാ. നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, അപ്പാ, എനിക്കൊന്നും അറിയില്ല, എന്നെ പഠിപ്പിച്ചു തരണമേ, എനിക്ക് പഠിപ്പിച്ചു തരണമേ, എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണമേ എന്ന് ഇന്ന് പകലിൽ ഒന്ന് ചോദിക്കുവാൻ മനസ്സുള്ളവരുണ്ടോ? ആരാധന എന്നത് നമ്മളെ പറ്റിയുള്ള കാര്യമല്ല. ആരാധന എന്നത് ദൈവത്തെ പറ്റിയുള്ളതത്രേ. ആരാധന എന്നത് ഇന്ന് നമുക്ക് സൗഖ്യം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക, അത് മാത്രമല്ല. അതിലൊക്കെ ഉപരി ആരാധന എന്നത് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വവും സ്തുതി സ്തോത്രങ്ങളും അത്രേ.